ബർണ്ണബാസിനും ടൈറ്റസിനും ഒപ്പം 14 വർഷത്തിനുശേഷം താൻ ജെറുസലേം സന്ദർശിച്ചതിനെക്കുറിച്ച് പൗലോസ് വിവരിക്കുന്നു. വിജാതീയരോട് അദ്ദേഹം പ്രസംഗിച്ച സുവിശേഷം യെരൂശലേമിലെ അപ്പോസ്തലന്മാരുമായി ഒത്തുചേരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈ സന്ദർശനം ലക്ഷ്യമിടുന്നു. ചില വ്യാജ വിശ്വാസികളുടെ എതിർപ്പ് ഉണ്ടായിരുന്നിട്ടും അപ്പോസ്തലന്മാർ പത്രോസ്, ജെയിംസ്, യോഹന്നാൻ വിജാതീയരോട് പ്രസംഗിക്കാനുള്ള പൗലോസിന്റെ ആഹ്വാനം തിരിച്ചറിഞ്ഞു. അവനും ബർണ്ണബാസിനും കൂട്ടുകെട്ടിന്റെ വലങ്കൈ നീട്ടി അവരുടെ പങ്കിട്ട ദൗത്യം സ്ഥിരീകരിച്ചു. അന്ത്യോക്യയിൽ വെച്ച് പത്രോസുമായുള്ള ഏറ്റുമുട്ടലും പോൾ വിവരിക്കുന്നു. പത്രോസ് വിജാതീയ വിശ്വാസികളോടൊപ്പം ആദ്യം ഭക്ഷണം കഴിച്ചപ്പോൾ യഹൂദ ക്രിസ്ത്യാനികളുടെ വിമർശനം ഭയന്ന് പിന്നീട് പിൻവാങ്ങി. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് നീതീകരണം സംഭവിക്കുന്നതെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് പൗലോസ് പത്രോസിനെ പരസ്യമായി ശാസിച്ചു. ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിനു മൃത്യനായി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പോൾ വിശദീകരിക്കുന്നു, ന്യായപ്രമാണത്തിലൂടെ നീതി വരാൻ കഴിയുമെങ്കിൽ ക്രിസ്തുവിന്റെ മരണം വ്യർത്ഥമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉപസംഹരിക്കുന്നു. നീതീകരണം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമാണ് വരുന്നതെന്നും ഈ ഭാഗം ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.